ചില കേന്ദ്രങ്ങളിൽ UDF മികച്ച വോട്ട് കിട്ടേണ്ട മേഖലകളിലാണ് പലയിടത്തും ഈ യന്ത്ര തകരാറുണ്ടാവുകയും ആളുകൾക്ക് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തത്. അതൊരു ഘടകമാണ്. എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, പലയിടത്തും അതുണ്ടായി. തന്നെയുമല്ല, ആളുകൾ വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് വോട്ട് ചെയ്യുക, പലരും വന്നില്ല. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമായ കാര്യമല്ലേ? ഭംഗിയായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നിലവിലുള്ളപ്പോൾ എന്ത് പറ്റി എന്നുള്ളത് അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഒരാശങ്കയുമില്ല. ഞങ്ങൾ വോട്ടർമാർ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസമാണ്. 20-ൽ 20 സീറ്റും UDF നേടും, ഒരു സംശയം വേണ്ട. ഒന്ന്, കനത്ത ചൂട്. 2, തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാറ്. പലയിടത്തും മണിക്കൂറുകളോളം ആളുകൾക്ക്, പാവങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെ അതോടൊപ്പം തന്നെ പലയിടത്തും വോട്ടർ പട്ടികയിൽ പേരില്ലാതെ പോയ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ കുറ്റമറ്റ ഒരു വോട്ടർ പട്ടികയില്ലായതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ അത് ഗൗരവത്തോടെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഈ ജയരാജന്റെ ഈ ചർച്ച അദ്ദേഹം പറയുമ്പോഴും CPM പറയുന്നത് അത് അത്തരത്തിലൊരു ചർച്ചയല്ല എന്നാണ് CPM പറയുന്നത്. രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. രാഷ്ട്രീയമായ ചർച്ചയ്ക്കല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൂടിക്കാഴ്ച? അങ്ങനെ നിസ്സാരമായി അതിനെ കാണാൻ കഴിയുമോ? ഞാൻ ജയരാജനെ കുറ്റപ്പെടുത്തുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ജയരാജൻ എപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ BJP CPM ധാരണ, അന്തർധാര ഉറപ്പിക്കുന്ന കൂടിക്കാഴ്ചകളാണിതെല്ലാം എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. തൃശ്ശൂരിൽ എന്തായാലും കെ മുരളീധരൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്ത് അട്ടിമറി നടന്നാലും അവിടെ UDF വലിയ പ്രതീക്ഷ തന്നെയാണ്. ഈ വെളിപ്പെടുത്തലിന്റെ ഒപ്പം വന്നിട്ടുള്ള മറ്റൊരു വെളിപ്പെടുത്തൽ, കെ സുധാകരനും പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം ചൂണ്ടയിൽ കൊത്തി KPCC പ്രസിഡന്റ് ആയതോടുകൂടിയിട്ടാണ് ആ നീക്കം ഉപേക്ഷിച്ചതെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ്? ഒരു ചൂണ്ടയിലും കെ സുധാകരൻ കൊത്തില്ല. സുധാകരൻ KPCC പ്രസിഡന്റാണ്. അദ്ദേഹം നല്ലൊരു പോരാളിയാണ്. ആ പോരാട്ടത്തിൽ ഇത്തവണ ഉജ്ജ്വലമായ വിജയം കണ്ണൂരിൽ നേടാൻ പോകുന്ന വ്യക്തിയാണ്. ഈ BJP നേതാക്കൾ പറയുന്ന ഒരു മെഷർമെന്റ് ഇത്ര ശതമാനം, 90% ചർച്ച നടത്തി, 80% ചർച്ച പൂർത്തീകരിച്ചു. അതൊക്കെ അങ്ങയുമായിട്ടുള്ള ചർച്ച 45% പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഒരു കാര്യം ഞാൻ പറയാം. ഇതെല്ലാം വ്യാപകമായി വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ചെയ്ത കാര്യമാണ്. എല്ലായിടത്തും എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് UDF ഒറ്റക്കെട്ടായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷയാണ്. BJP ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. BJPയെ കേരളത്തിലെ ജനങ്ങൾ ഗൗരവമായി എടുത്തിട്ടില്ല. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മതേതര മനസ്സാണ്. കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇവരുടെ ജോലി. അതുകൊണ്ട് അതിലൊന്നും ആരും വീഴാൻ പോകുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി, കോൺഗ്രസും UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടുക. കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടത്തിലും പറഞ്ഞത്, എനിക്ക് BJPയിൽ പോകണമെങ്കിൽ ഞാൻ പോകും, അതിന് നിങ്ങളുടെ ചീട്ട് വേണ്ട എന്ന് പറഞ്ഞു. BJPയിൽ പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ KPCC പ്രസിഡന്റായ ഒരു വ്യക്തിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. അത് നിങ്ങൾ വളച്ചൊടിക്കുന്നതാണ്. ഒരിക്കലും കെ സുധാകരൻ അങ്ങനൊരു നിലപാട് ഒരിക്കലും സ്വീകരിക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും കർമ്മധീരനായ നേതാവായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കും. സ്ഥാനാർത്ഥികൾക്ക് ആശങ്കയല്ല. പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോഴാണ് ഈ കുറയുന്നത്. തന്നെയുമല്ല, ഇനിയും വോട്ട് എണ്ണാനുണ്ട്. മീൻസ് വീട്ടിൽ വോട്ട് ചെയ്തവരുണ്ട്, പോസ്റ്റൽ വോട്ടുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പം പോളിംഗ് ശതമാനം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ ഞാനിവിടെ സൂചിപ്പിച്ചത് വോട്ടർമാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ്. വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് 1.5 മണിക്കൂർ യന്ത്രം കേടാന്ന് പറഞ്ഞ് കാത്തു നിൽക്കേണ്ടി വരുന്നു. കുറേ ആളുകൾ തിരിച്ചു പോകുന്നു. രാത്രി 6 മണി കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ വന്നവർക്ക് പലർക്കും സ്ലിപ്പ് കൊടുക്കുന്നു. അവർ പലരും തിരിച്ചു പോകുന്നു. രാത്രി 11 മണി വരെ വോട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ
മുൻകൂട്ടി കണ്ട് ഇതിന് നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ. അങ്ങനെ സംഘടനാ വീഴ്ച ഉള്ളതായിട്ട് ഒരു സ്ഥാനാർത്ഥിയും പറഞ്ഞിട്ടില്ല. അത് വോട്ടിംഗ് സമയത്തോ അതിനുശേഷമോ ആരും പറഞ്ഞ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അംഗ പ്രചരണ സമിതി അധ്യക്ഷനായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് UDF കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പ്രചരണ മേഖലകളിലൊക്കെ UDF വലിയ മുൻതൂക്കം നേടി എന്ന് തന്നെയാണ് കരുതുന്നത് ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും നല്ല പ്രചരണമാണ് നമ്മൾ നടത്തിയത്. പരമാവധി ദേശീയ നേതാക്കന്മാർ ഇവിടെ വന്നു. സംസ്ഥാന തലത്തിലുള്ള എല്ലാവരും പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. നല്ല രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. ഞങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിച്ചത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. AICCയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതോടുകൂടി സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കേണ്ട സാമ്പത്തിക സഹായം വേണ്ട രീതി കിട്ടിയില്ല എന്നുള്ളതൊരു സത്യമാണ്. ഇനി ഞാൻ എൻ്റെ പ്രചരണം അവസാനിച്ചിട്ടില്ല. ഇനി മഹാരാഷ്ട്രയിൽ തിങ്കളാഴ്ച മുതൽ എൻ്റെ പ്രചരണം മഹാരാഷ്ട്രയിലാണ്. ഈ സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് KPCC സ്വന്തമായിട്ട് ചില പദ്ധതികളൊക്കെ കൂപ്പണടിക്ക് അടിച്ചു പോയി. അത് പല സ്ഥാനാർത്ഥികളും കൂപ്പണടിച്ചു കൊടുത്തു. അല്ല, 137 ചലഞ്ച് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു തർക്കം, ഒരു യോഗത്തിലെ തർക്കം ശബ്ദരേഖയായിട്ട് പുറത്തു വന്നു. അപ്പോൾ ആ ശബ്ദരേഖയായിട്ട് പുറത്തു വന്നതിനകത്ത് ഈ യോഗത്തിലെ ശബ്ദരേഖ പുറത്തു പോയതിനകത്ത് എന്തെങ്കിലും അന്വേഷണം നടത്തേണ്ടതുണ്ടോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാനത് കണ്ടുമില്ല, ശബ്ദരേഖ കേട്ടിട്ടുമില്ല. ഇനി മഹാരാഷ്ട്രയിലാണ് കാണുന്നത് നമ്മുടെ പരിപാടി. തിങ്കളാഴ്ച മുതൽ മഹാരാഷ്ട്രയിലാണ്.